ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മെക്കട്രോണിക്സിൻ്റെ 5ാമത്തെ മോഡ്യൂളാണ് ഇനി പഠിക്കുന്നത്. നമ്മൾ ഇതിലെ 1-2 ടോപ്പിക്സേ പഠിക്കുന്നുള്ളൂ. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ മറ്റ് പല സബ്ജക്ട്സായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാക്കി ടോപ്പിക്സൊക്കെ അതിലൊന്നും പഠിക്കാത്ത 1-2 ടോപ്പിക്സേ ഉള്ളൂ ഈ മോഡ്യൂളിൽ. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഈ ഫോഴ്സ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് സെൻസേഴ്സ് അവർ പറയുന്നുണ്ട് സിലബസിൽ: ഫോഴ്സ് ആൻഡ് ടാക്ടൈൽ സെൻസേഴ്സ്. അതിൽ ഫോഴ്സ് സെൻസർ എന്ന് പറയുന്ന അതിലുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഈ ഫോഴ്സ് സെൻസർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള സെൻസറിനെയാണ് ഫോഴ്സ് സെൻസർ എന്ന് പറയുന്നത്. അത് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ലോഡ് സെൽ എന്നൊക്കെ പറയുന്ന സെൻസറിനെ പറ്റിയൊക്കെയാണ് രജപൂത്ത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള ഫോഴ്സ് സെൻസേഴ്സ് ഈ 2 എണ്ണമാണ്: സ്ട്രെയിൻ ഗേജും പീസോ ഇലക്ട്രിക് സെൻസറും. ഇത് 2 എണ്ണമാണ് മെയിനായിട്ട് നമ്മുടെ മെക്കട്രോണിക്സ് എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് സെൻസർ നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ഈ 8ാമത്തെ വീഡിയോ എന്ന് പറയുന്ന ആ വീഡിയോയിൽ നമ്മൾ പഠിച്ചായിരുന്നു സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പ് സൈസിലുള്ള ഒരു വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു തിൻ സ്റ്റാമ്പ്, അത്രത്തോളം തിക്നെസ്സുള്ള ഒരു എലമെൻറ്റാണ്. ഇതിൽ തിന്നായിട്ടുള്ള മെറ്റൽ ഫോയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് 2 കണക്ഷൻ കൊടുത്തിരിക്കും. ഈ മെറ്റൽ ഫോഴ്സിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടാകുമ്പോൾ, അതായത് എലോങ്ങേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്രഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ലെങ്തിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ ഇതിലെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ കൂടുതൽ എലോങ്ങേഷനൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡിസ്റ്റോർഷൻ വരികയാണെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് മെഷർ ചെയ്ത് അതിൻ്റെ ഡിസ്റ്റോർഷൻ എലോങ്ങേഷൻ എത്രയാണെന്ന് മെഷർ ചെയ്യാം. അത് ബേസ് ചെയ്ത് അതിലുള്ള ലോഡ് എത്രത്തോളം വന്നു അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെയിൻ അതിനുണ്ട്, ആ സ്ട്രെയിനിൽ നിന്ന് എത്രത്തോളം ലോഡ് അതിൽ വന്നു എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ലോഡ് മെഷറിംഗ് സെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ടൈപ്പ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ 8ാമത്തെ വീഡിയോ മോഡ്യൂൾ 1-ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് വർക്കിംഗ് എന്താണെന്ന്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് തന്നെ നിങ്ങൾ നോക്കുക. അതിലില്ലാത്ത ടൈപ്പ് ഓഫ് സെൻസറാണ് 2ാമത് നമ്മൾ പഠിക്കുന്നത്: പീസോ ഇലക്ട്രിക് സെൻസർ. ഇത് മേ ബി 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഈ പീസോ ഇലക്ട്രിക് സെൻസർ. ഇത് ബേസിക്കലി ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണ്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും. അതായത് ലെങ്തോ വെഡ്ത്തോ അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ്സോ അങ്ങനെ ഫിസിക്കൽ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് എന്തെങ്കിലും ഫിസിക്കൽ ഡയമെൻഷൻസ് ചേഞ്ച് വരികയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്തെടുത്താൽ അതിൽ എത്രത്തോളം ലോഡ് വന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ലോഡ് കൊടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസിന് ഒരു ചേഞ്ച് വരിക. ഇപ്പോൾ ഈ കാണിച്ചിട്ട് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് തിക്നെസ് ഉള്ള ഒരു പാർട്ട് പോലെ ഒരു കമ്പോണൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും താഴെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് കുറയുമെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ തിക്നെസ് കുറയുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഫോം ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ എത്രത്തോളം ലോഡ് വന്നു, എത്രത്തോളം ഫോഴ്സ് വന്നാണ് ആ ഡിഫോർമേഷൻ ഉണ്ടായത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവഴി എത്രത്തോളം ഫോഴ്സ് വന്നു എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് ഫോഴ്സേ ഉള്ളൂ എങ്കിൽ കുറച്ച് ഡിഫോർമേഷനേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസേ ഉണ്ടാകുന്നുള്ളൂ. അതേസമയം കൂടുതൽ ഫോഴ്സ് വരികയാണെങ്കിൽ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാകും. അതിനനുസരിച്ച് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മെഷർ ചെയ്താൽ അതിനനുസരിച്ച് എത്രത്തോളം ഫോഴ്സ് വന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റാണ് പീസോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്. ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലായിട്ട് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇതാ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. എക്സാമിന് എഴുതാനായിട്ട് 2-3 മെറ്റീരിയൽസ് കാണാതെ പഠിച്ചു വയ്ക്കുക: ക്വാർട്സ്, ടോർമലൈന്, ലിഥിയം സൾഫേറ്റ്, ഡൈ പൊട്ടാസ്യം ടാർട്രേറ്റ് എന്നീ മെറ്റീരിയൽസാണ് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെൻസേഴ്സിനാണ് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻസറും ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇങ്ങനെ ഒരു ആനിമേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫിസിക്കൽ ഡിഫോർമേഷൻ വരുന്നതനുസരിച്ച് ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വോൾട്ടേജ് മാറും. അപ്പോൾ ഈ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്രത്തോളം ഫോഴ്സ് വന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് പീസോ ഇലക്ട്രിക് സെൻസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.
ഇതാണ് ബേസിക്കലി ഫോഴ്സ് സെൻസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന രണ്ടെണ്ണം. ഇനി നമുക്ക് അടുത്തതായ ടാക്ടൈൽ സെൻസേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ടാക്ടൈൽ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് അത്രയൊന്നും പറയുന്നില്ല. ഈ ടാക്ടൈൽ സെൻസറും നേരത്തെ പഠിച്ച ഫോഴ്സ് സെൻസറും എല്ലാം റോബോട്ടിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്താണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് റോബോട്ടിക്സിൽ ഉപയോഗിക്കുന്ന റോബോട്ടിക് ആംസിലോ അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ഏതെങ്കിലും കമ്പോണൻറ്റിലോ ഒക്കെ ഉപയോഗിക്കുന്ന സെൻസറായിട്ടാണ് അവർ പറയുന്നത്. ഈ ടാക്ടൈൽ സെൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ടച്ച് സെൻസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ടച്ച് സെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസേഴ്സിനെയാണ് ടാക്ടൈൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വളരെ കോമൺ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസിൻ്റെ സ്ക്രീൻ തന്നെ ആ ടച്ച് സെൻസർ അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസറിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. കാരണം നമ്മുടെ ടച്ച് സെൻസ് ചെയ്താണല്ലോ അതിൽ ഈ എന്തെങ്കിലും ഐക്കൺസ് പ്രസ് ആവുന്നതും അല്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്യുന്നതെല്ലാം ടച്ച് സെൻസ് ചെയ്താണ്. ഇപ്പോൾ നമ്മുടെ ഐക്കണിൽ ടച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഗ്ലാസ്സിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്, ആ മൊബൈലിൻ്റെ സ്ക്രീനിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്. ആ ടച്ച് ചെയ്യുന്ന അത് സെൻസ് ചെയ്തെടുത്താണ് ആ ഐക്കണിൽ പ്രസ് ആവുന്നതും ആപ്പ് എന്തെങ്കിലും ഓപ്പൺ ആവുന്നതും. അപ്പോൾ അവിടെ നമ്മൾ സെൻസ് ചെയ്യുന്നത് ടച്ചാണ്, ഹ്യൂമൻസിൻ്റെ ടച്ചാണ് അവിടെ സെൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് ടാക്ടൈൽ സെൻസർ എന്ന് പറയുന്നത്. ഈ ടാക്ടൈൽ സെൻസേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബൈനറി സെൻസേഴ്സും അനലോഗ് സെൻസേഴ്സും. ഈ രണ്ട് ക്ലാസിഫിക്കേഷനിലും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പല ടെക്സ്റ്റ് ബുക്കിലും പല പല എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് ടാക്ടൈൽ സെൻസേഴ്സ്. അതിലാദ്യത്തത് ബൈനറി സെൻസേഴ്സ് എന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ടൈപ്പ് ഓഫ് സെൻസർ. അതിൽ മൈക്രോ സ്വിച്ച് വരുന്ന ഒരു സെൻസറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് റോബോട്ടിൻ്റെ ആം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടാക്ടൈൽ സെൻസേഴ്സ് ബേസിക്കലി യൂസ് ചെയ്യുന്ന, നമ്മുടെ റോബോട്ടിക്സിൽ യൂസ് ചെയ്യുന്ന എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടിക് ആംസിൽ, അതായത് റോബോട്ടിൻ്റെ ആമിൽ ഫിംഗർ കാണും. ആ ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും കമ്പോണൻറ്റിനെ ഗ്രാസ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പോണൻറ്റിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ആ കമ്പോണൻറ്റ് ഫിംഗേഴ്സിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടാക്ടൈൽ സെൻസർ, അതായത് ടച്ച് സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു കമ്പോണൻറ്റിനെ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റോബോട്ട് ആം പൊക്കുന്നു. ആ ആം ഇങ്ങനെ പൊക്കുന്ന സമയത്തും ആ റോബോട്ട് ഫിംഗേഴ്സിൻ്റെ അകത്ത് തന്നെ ഈ കമ്പോണൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടാക്ടൈൽ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ടച്ച് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ കമ്പോണൻ്റ് എപ്പോഴും ആ ഫിംഗറിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ഹാൻഡിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനാണ് ടാക്ടൈൽ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബൈനറി സെൻസേഴ്സിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു ടൈപ്പ്, ഈ മൈക്രോ സ്വിച്ച് എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉപയോഗിച്ചുള്ള ഒരു സെൻസർ, ടാക്ടൈൽ സെൻസർ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ റോബോട്ടിക് ആമിൻ്റെ രണ്ട് ഫിംഗറാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് കരുതുക. അവരാണ് ഈ ഫിഗറിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ്. രണ്ട് ഫിംഗറുണ്ട്. ഈ രണ്ട് ഫിംഗറിൻ്റെ അകത്താണ് ഒരു എന്തെങ്കിലും കമ്പോണൻറ്റ് ഗ്രാസ്പ് ചെയ്യേണ്ടത്, അതായത് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കമ്പോണൻറ്റ് ഈ രണ്ട് ഫിംഗറിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തായിരിക്കുമല്ലോ ആ കമ്പോണൻറ്റ് പിടിക്കുന്നത്. ആ ഫിംഗർ ഉപയോഗിച്ച് ആ കമ്പോണൻറ്റ് പിടിക്കുന്നത് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ കമ്പോണൻറ്റ് ഈ രണ്ട് ഫിംഗറിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ ഈ മൈക്രോ സ്വിച്ച് എന്ന് പറയുന്ന ആ സ്വിച്ച് പ്രസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ സഫിഷ്യൻറ്റ് പ്രഷർ കൊടുത്തായിരിക്കും ആ കമ്പോണൻറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ സഫിഷ്യൻറ്റ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ സ്വിച്ച് സിമ്പിളായിട്ട് അങ്ങ് പ്രസ് ആയിരിക്കും. അപ്പോൾ അകത്ത് എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ ഈ രണ്ട് ഫിംഗറിൻ്റെ അകത്ത് എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ ഈ മൈക്രോ സ്വിച്ച് എന്ന് പറയുന്ന ആ സ്വിച്ച് പ്രസ് ആയിരിക്കും. അതേസമയം കമ്പോണൻ്റ് മിസ്സിംഗ് ആണ് എങ്കിൽ സ്വിച്ച് റിലീസ് ആയിരിക്കും. അങ്ങനെ ആ സ്വിച്ചിൻ്റെ പൊസിഷൻ ബേസ് ചെയ്ത് ആ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ റോബോട്ടിന് ഈ സേറ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ രണ്ട് ഫിംഗറിൻ്റെ അകത്ത് ആ കമ്പോണൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ആ ഒരു വർക്കിംഗ് ആണ് ഈ ഒരു ബൈനറി സെൻസർ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് സെൻസറിൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ സ്വിച്ച് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഉപയോഗിച്ചാണ് ഈ ടച്ച് സെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇത് ബൈനറി ടൈപ്പ്. അടുത്തതെന്ന് പറഞ്ഞാൽ അനലോഗ്, നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയായ അനലോഗ് സെൻസേഴ്സാണ് ഈ പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ അനലോഗ് സെൻസറിലും ടച്ച് തന്നെയാണ് അത് മെഷർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ സെൻസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇതാണ് ഒരു സോളിഡ് ബോഡി, ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ടച്ച് ചെയ്താണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ടച്ച് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സെൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സോളിഡ് ബോഡിയായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. അത് സ്പ്രിങ്ങിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഹൊറിസോണ്ടലി റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്ലഞ്ചറുമായിട്ട് മേറ്റ് ചെയ്താണ് ഈ ഒരു പിനിയൻ ഗിയർ ഇരിക്കുന്നത്. അതിന് ടീത്ത് എല്ലാം ഉണ്ട്. ഈ പ്ലഞ്ചറിലും ചെറിയ ടീത്ത് കാണും. ഈ പിനിയൻ ഗിയറുമായിട്ട് മേറ്റ് ചെയ്തിരിക്കാനായിട്ട് അതിവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പ്ലഞ്ചർ സ്പ്രിങ്ങിലാണ് ഇരിക്കുന്നത്. അതിലും ചെറിയ ടീത്ത് കാണും. അത് ഈ പിനിയൻ ഗിയറുമായിട്ട് മേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്ലഞ്ചർ ഇങ്ങനെ ഹൊറിസോണ്ടലി റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ഈ ഗിയറും മൂവ് ചെയ്യും അല്ലെങ്കിൽ ഗിയറും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ബോഡി ഉണ്ട് എങ്കിൽ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബോഡി വന്ന് ഈ പ്ലഞ്ചറിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ പ്ലഞ്ചർ ഒബ്വിയസ്ലി അത് മൂവ് ചെയ്യും.
ഇപ്പോൾ ഈ ബോഡി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്ലഞ്ചർ അതിനനുസരിച്ച് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഗിയർ, ഈ പിനിയൻ ഗിയറും റൊട്ടേറ്റ് ആവും. ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ തന്നെ ആ പിനിയൻ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ആ പിനിയൻ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് സെൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എപ്പോഴാണോ ഈ പിനിയൻ ഗിയർ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് എത്രത്തോളം ആണോ അത് റൊട്ടേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ് ആവുന്നത്, അതിനെ ബേസ് ചെയ്ത് ഇവിടെ ഈ ബോഡിയായിട്ട് കോൺടാക്റ്റിൽ വന്നോ, ഈ പ്ലഞ്ചർ ഈ ബോഡിയായിട്ട് കോൺടാക്റ്റിൽ വന്നോ ഇല്ലയോ എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല എങ്കിൽ ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് മേ ബി അങ്ങ് ഇപ്പുറത്തെ ഈ ഇനിഷ്യൽ പോയിന്റിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഈ ആംഗുലാർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തെങ്കിലും ഒരു ബോഡിയായിട്ട് ടച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് ഇപ്പം ഇങ്ങോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നിരിക്കാം ഈ പ്ലഞ്ചറിൻ്റെ. അപ്പോൾ ആ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇവിടെ ഈ പിനിയൻ ഗിയറും ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ആ റൊട്ടേഷൻ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ബോഡിയായിട്ട് ഇവിടെ കോൺടാക്റ്റിൽ വന്നു, ബോഡിയായിട്ട് ടച്ചിൽ വന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് അനലോഗ് സെൻസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഡിവൈസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു പ്ലഞ്ചർ, സ്പ്രിംഗ് ലോഡർ പ്ലഞ്ചറും ഈ ഒരു പിനിയൻ ഗിയർ മാത്രമേ ഉള്ളൂ. ഈ ഗിയറിൻ്റെ റൊട്ടേഷൻ സെൻസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേറെയുണ്ട്. അത് ഈസി ആയിട്ട് നമുക്കറിയാം എത്ര ചെറിയ ഡിഫ്ലക്ഷൻ വേണോ മെഷർ ചെയ്തെടുക്കാനുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ചാണ് ഈ അനലോഗ് സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മുടെ ടാക്ടൈൽ സെൻസറിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ടാക്ടൈൽ സെൻസേഴ്സ് എന്നേ സാധാരണ ചോദിക്കാറുള്ളൂ. അതിൽ നമുക്ക് 10 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെയും ഒരുപാട് ടാക്ടൈൽ സെൻസേഴ്സ് കാണാം. അങ്ങനെ ഇന്ന ടാക്ടൈൽ സെൻസർ എന്ന സാധനം എടുത്ത് ചോദിക്കാറില്ല. കോമൺ ആയിട്ട് ടാക്ടൈൽ സെൻസേഴ്സ് എന്ന് ചോദിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ടാക്ടൈൽ സെൻസേഴ്സ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. ഇനി ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ ഈ 5th മോഡ്യൂളിൽ നമ്മൾ നോക്കും. നമ്മൾ പഠിക്കാത്ത ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ ഈ 5th മോഡ്യൂളിൽ പഠിക്കും. അത് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.